ഹായ് ഫ്രണ്ട്സ്, നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാന്നിരിക്കുക. PSC എക്സാം ആണെങ്കിൽ അതിൻ്റെ പ്രീവിയസ് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയർ ടെക്സ്റ്റ് ബുക്കിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലത്തെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി അങ്ങോട്ട് വരിക. നമ്മൾ ഓൾറെഡി പല ആളുകൾ നമ്മളെ വീഡിയോ ചാനൽ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ VO എക്സാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഈ യൂട്യൂബ് ചാനൽ, നമ്മുടെ EduOn എന്നുള്ള യൂട്യൂബ് ചാനലിൽ വീഡിയോകൾ ഒരു ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാത്സിൻ്റെ ഓൾറെഡി നമ്മൾ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയറിൽ മാത്സ് എന്ത് ചോദിച്ചു, പ്രീവിയസ് ഇയറിൽ ഉള്ള പാർട്ട് 3 മാത്സിൻ്റെ വീഡിയോ ആണ്. സോ ഫ്രണ്ട്സ്, ദിസ് ഈസ് പ്രദീപ് ഗോപിനാഥൻ ആൻഡ് യു വാച്ചിങ് EduOn ലേണിംഗ് സൊല്യൂഷൻസ്. മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഓൾറെഡി പാർട്ട് 1 പാർട്ട് 2 എന്ന് പറയുന്ന വീഡിയോ നിങ്ങൾക്ക് ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കണ്ടു നോക്കിയാൽ മനസ്സിലാവും. എന്തുകൊണ്ടാണ് പാർട്ട് 1 പാർട്ട് 2 പാർട്ട് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2014 ചോദിച്ച് നടന്നിട്ടുള്ള എക്സാമിന് 3 കാറ്റഗറി ഓഫ് ഡിസ്ട്രിക്ട്സിലാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ചില ജില്ലകളിലുള്ള ക്വസ്റ്റ്യൻസ് ഒരു ടൈപ്പ് ആയിരിക്കും, ചില ജില്ലകളിൽ ഓരോ ടൈപ്പ് ആയിരിക്കും. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ കാറ്റഗറി, തേർഡ് പാർട്ട് ഓഫ് ജില്ലകളിലുള്ള എക്സാമാണ് നമ്മളിപ്പോൾ നോക്കേണ്ടത്. ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ്, കാണുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവുന്നുള്ളൂ. നോക്കാം നമുക്ക്. ഒരു സംഖ്യയുടെ 65%ന്റെ 20% ഏത് നിരക്കിനും തുല്യം എന്നാണ് ചോദിച്ചത്. പെർസെൻറ്റേജ് നമുക്ക് അറിയില്ലെങ്കിൽ നമ്മളൊരു വാല്യൂ എടുക്കുക. മൊബൈൽ നമ്മൾ രാവിലെ ചാർജ് ചെയ്ത് ഫുൾ ആകുമ്പോൾ എന്താണ് 100 കാണാം. അപ്പം 100 പെർസെൻറ്റേജിന്റെ ബേസ്. 100 ഒരു സംഖ്യ എന്ന് മനസ്സിലാവും. സംഖ്യ അറിയില്ലെങ്കിൽ 100 എടുക്കാം. അതിന്റെ 65% നമുക്കറിയാം 65 തന്നെയാണ്. ഇതിന്റെ ഇപ്പൊ നിലവിൽ സംഖ്യ 100ന്റെ 65% 65. ഈ 65ന്റെ 20% ചോദിച്ചത് എങ്ങനെ എടുക്കുക എന്ന് വെച്ചാൽ വളരെ എളുപ്പമാണ്. 65ന്റെ 20% എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് 13 പറയാം, ആൻസർ മാർക്ക് ചെയ്യാം. എങ്ങനെയാന്ന് വെച്ചാൽ 65ന്റെ 10% ആദ്യം കണ്ടുപിടിക്കേണ്ട, 20% കണ്ടുപിടിക്കണമെങ്കിൽ 10% എന്ന് പറയുന്നത് അവസാനത്ത് നിന്ന് ഒരു പോയിന്റ് കൊടുക്കുക. 6.5 10%. 10% 6.5, 20% 6.5യുടെ ഇരട്ടി 13 വരും. ഇത് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സംഖ്യ എടുക്കാം നമുക്ക് 2100. 2100ന്റെ 10% എടുക്കാം. ഇത് 10%, ഇത് മൊത്തത്തിൽ വലിയ സംഖ്യയില്ല, 100% മനസ്സിലാക്കുക. ഇത് 10% എടുക്കാൻ വളരെ എളുപ്പമാണ്. അവസാനം 2200ന്റെ അവസാനത്തെ ഒരു പോയിന്റ് കൊടുത്താൽ 210 10%. ഇനിയിപ്പോൾ 1% കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, 2200ന്റെ അവസാനത്തിന് 2 പോയിന്റ് കൊടുക്കുക. 2 പോയിന്റ് 2 0 കളഞ്ഞാൽ മതി. 21 1%. ഓൾറെഡി നമ്മൾ പെർസെന്റേജിന്റെ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഇത് ഇത്രയും എളുപ്പമാണ്. ക്വസ്റ്റ്യൻ ഈ ഒരു പെർസെന്റേജിന്റെ വീഡിയോ കണ്ട ആളുകൾക്കൊക്കെ എളുപ്പമാണ്. ആൻസർ കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ചോദ്യം ഇതാണ്, നമ്മൾ വായിച്ചു നോക്കാം. ഉച്ചയ്ക്ക് 12:20 ആകുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലെ കോൺ അളവ്, ആംഗിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. കോൺ അളവ് ഇത്രയും ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻസ് ഒക്കെ ചെയ്യാം. ഇക്വേഷൻ യൂസ് ചെയ്യണോ വേണ്ട, നമുക്ക് സമയം ഇതുപോലെ തന്നെ എഴുതി വെക്കാം. 12:20. ഇനിയിപ്പോൾ 8:30 4:60 ഒക്കെ ആണെങ്കിൽ 4:40 ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം. ഫസ്റ്റ് ചെയ്യേണ്ട 12 എഴുതി വെക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് 4. ഇതെങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ എഴുതി വെച്ചത്, സൂചികളുടെ സ്ഥാനം താഴെ എഴുതി വെച്ചു അല്ലെ. 12 സൂചിയുടെ സ്ഥാനം 12 തന്നെയാണ്. മണിക്കൂർ സൂചിയുടെ സ്ഥാനം എഴുതി വെച്ചു. മിനിറ്റ് സൂചിയുടെ സ്ഥാനം 4 കിടക്കുക. തമ്മിൽ കുറയ്ക്കുക. 12 4 പോയാൽ 8 കിട്ടി. 8 കിട്ടിയാൽ എന്ത് വാല്യൂ ആണ് ഇവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനോട് കൂടി 30 ഗുണിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. 8 × 30. പിന്നെ ഈ 20ന്റെ പകുതിയും കൂടി എടുത്തു വെച്ചാൽ ആൻസർ ആയി 240, 50, 250. ആൻസർ കീഴിൽ കാണാനില്ല. നമ്മൾ ഓൾറെഡി ക്ലോക്കിന്റെ പാർട്ട് 1 പാർട്ട് 2 താഴെ വീഡിയോ പിൻഡ് കമന്റിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു ക്ലോക്കിൽ ആകെ ആംഗിൾ എന്ന് പറയുന്നത് 360 നമുക്കറിയാം. സപ്പോസ് നിങ്ങൾക്ക് ഇത് കിട്ടുകയാണ്, ഈ ചെറിയ ആംഗിൾ കിട്ടുകയാണ്, ഇത് വലുത് കണ്ടുപിടിക്കണമെങ്കിൽ 360 കുറയ്ക്കുക. ഇപ്പൊ ഇത് 250 കിട്ടിയാൽ ഈ ചെറിയ ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടാൽ മതി, അതുപോലെ 360 250 കുറച്ചു കഴിഞ്ഞാൽ 110 ആയിരിക്കും ആൻസർ വരിക. വളരെ എളുപ്പമല്ലേ. അപ്പൊ നിങ്ങൾക്ക് ക്ലോക്കിൽ ആംഗിൾ കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക. ഉത്തരം നിങ്ങൾ കിട്ടിയ സംഭവം ഓപ്ഷനിൽ ഇല്ല എന്നുണ്ടെങ്കിൽ 360 കുറച്ചാൽ മതി അല്ലെ. എല്ലാത്തിലും നോക്കിയിട്ട് ഒരു കാര്യം മനസ്സിലാവുള്ള 150 താഴെയുള്ളത് അവിടെ ഒക്കെ ചോദിച്ചിരിക്കുന്നത്. ഏത് ക്വസ്റ്റ്യൻ നോക്കിയാലും 150 താഴെ ആയിരിക്കും വരിക. ഇതേപോലെ ക്ലോക്കിൽ ഇനിയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ഈസിയാണ്. താഴെ ക്ലോക്കിൽ വീഡിയോ പാർട്ട് 1 പാർട്ട് 2 ഉണ്ട്. Q&A വീഡിയോ ക്ലോക്ക് പറഞ്ഞിട്ടുണ്ട്. താഴെ പിൻഡ് കമന്റ് കൂടി വായിച്ചു നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്, 2m = 128 ആയാൽ 2m - 4 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2m - 4 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് ചെയ്തു നോക്കാം. 2m എന്ന് പറഞ്ഞ എത്രയാണ്, ഏതോ സംഖ്യേനെ 2 കൊണ്ട് ഇങ്ങനെ ഗുണിച്ച് പോകുമ്പോൾ 108 കിട്ടും. അല്ലെങ്കിൽ 2 എത്രയോ പ്രാവശ്യം ഇങ്ങനെ ഗുണിക്കുക. 2 × അല്ലേ, 2 × 2 × എത്രയോ പ്രാവശ്യം ഗുണിക്കുകയാണ്.
എത്രയെന്ന് നമുക്ക് അറിയില്ല, കാരണം കുറേ ഇങ്ങനെ കുണിച്ച് പോകണുള്ളൂ. സപ്പോസ് നമുക്ക് 128 ആദ്യം ഒന്ന് പകുതി എടുത്ത് നോക്കാം. നമുക്ക് എളുപ്പത്തിന് വേണ്ടി 64 × 2 അല്ലേ ഇതിന്റെ പകുതി, കാരണം 2 കൊണ്ട് ഗുണിക്കുമ്പോൾ ഏറ്റവും പകുതി 2 കൊണ്ട് ഇതാക്കി മാറ്റില്ല. 64 × 2 അല്ലേ 128 എന്ന് പറയുന്നത്. ഈ 64 നമുക്കറിയാം 8 8 64 എളുപ്പമുള്ള നമ്പറുകളാണ് പരീക്ഷ ചോദിക്കുക. നമുക്കത് കുറച്ച് ലോജിക്ക് ഉണ്ടായാൽ മതി. 8 നമ്മൾ പണ്ട് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചാണ് 2ന്റെ ക്യൂബാണ്. നമ്മൾ തന്നെ ബേസിക് ക്ലാസ്സുകൾ നമ്മൾ പവേഴ്സ് ആൻഡ് ഇൻഡിസസിൽ പറഞ്ഞിട്ടുണ്ട്. 2ന്റെ ക്യൂബാണ്. വേറെ 8 2 8 ഉണ്ട്, പിന്നെ ബാക്കി 2 ഉണ്ട് അല്ലെ. 3 എത്ര ഇപ്പൊ 2 എത്ര 2 ഉണ്ടായിരിക്കും? ഇവിടെ 3 2 ഉണ്ട്, ഇവിടെ 3 2 ഉണ്ട് അല്ലെ. 3 ഇപ്പോൾ 7 2 ഉണ്ട്. അപ്പൊ 2⁷ ആണ് 128 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. 2⁴ 4 ആണ്, 2�3 8 എന്നൊക്കെ അറിയാം. അപ്പൊ ഇത് 2⁷ = 128 എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഈ 7 ആണ് ഈ മുകളിൽ കാണുന്ന എം 7 ആണ്. ഇപ്പൊ എന്താ ഇനി ബാക്കി എളുപ്പമല്ലേ. 2⁻⁻⁴ പക്ഷെ നോക്കുക 7 - 4 m - 4 7 - 4 ആണ്. 7 - 4 എന്താണ്? 2⁻7 4 പോയാൽ 3. 2�3 നമുക്കറിയില്ലേ. ആൻസർ എന്താണ്? 8. അപ്പൊ നമ്മൾ മനസ്സിലാക്കാം. ആൻസർ വളരെ എളുപ്പമാണ്. ആൻസർ വന്നിട്ട് 8 കിട്ടി നമുക്കിവിടെ. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് വർക്ക് ആൻഡ് ടൈമിലെ ക്വസ്റ്റൻ ആണ്. 4th ക്വസ്റ്റൻ. 48 ആളുകൾ 14 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ജോലി 12 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ എത്ര ആളുകളെ കൂടുതലായി നിയമിക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കി, ഇവിടെ ഒരു കോൺട്രാക്ടർ ഉണ്ട്. ഈ കോൺട്രാക്ടർ പറയുന്നത് 48 ആളുകളുടെ ഇയാൾ അണ്ടറിലുണ്ട്. ഇയാളുടെ ജോലി ശരിക്കും 12 ദിവസം കൊണ്ട്, 12 അല്ലല്ലോ 14 പറഞ്ഞിരിക്കുന്നത്. 14 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. എന്താ വേണ്ട വെച്ചാൽ ഇവർക്ക് എത്രയോ കൂടുതൽ ആളുകൾ നിയമിക്കണം അല്ലേ. ഇപ്പൊ 48നെക്കാട്ടിലും എത്രയോ കൂടുതൽ വേണം. അത് എത്രയും നമുക്ക് തൽക്കാലം അറിയില്ല. എന്നിട്ട് എന്ത് വേണം? കുറച്ച് ദിവസം കൊണ്ട് ജോലി തീർക്കണം. അതായത് 14 ദിവസമാണെങ്കിൽ ഇവിടെ 12 ദിവസം ആക്കണം. അപ്പൊ ഇത് രണ്ടും ജോലി തുല്യല്ലേ. നോക്കി, 48 ദിവസം കൊണ്ട് ചെയ്യണ 48 ആളുകൾ 14 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി എത്ര ആളുകൾ 12 ദിവസം കൊണ്ട് ചെയ്യുന്നു? ഓൾറെഡി പാർട്ട് 1 വീഡിയോ വർക്ക് ആൻഡ് ടൈമിന്റെ പാർട്ട് 1 പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ എത്ര ആളുകൾ കൂടുതൽ വേണമെന്നൊക്കെ വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുത്തത് നമുക്ക് ചെയ്തു നോക്കാം. 48 × 14/12 ചെയ്ത് നോക്കുമ്പോൾ 12 4 48. കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ ചില ആൾക്കൊക്കെ പ്രശ്നമായിരിക്കും. നമ്മൾ എന്തായാലും ബേസിക് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇതിനെ പറ്റിയിട്ടുള്ള. 4 × 14 56 വരും. 40 16 56 അല്ലേ ഇവിടെ വേണ്ടത്. പണ്ട് 48 ഉണ്ടായിരുന്നു കേട്ടോ കോൺട്രാക്ടർ ഉണ്ടല്ലോ. അപ്പൊ 14 ദിവസം കൊണ്ട് തീർത്തിരുന്നു. അപ്പൊ എത്രയോ കൂടുതൽ ആൾക്കാരെ ചേർത്ത് കഴിഞ്ഞാൽ ദിവസം കുറയുമല്ലോ, 12 ആയല്ലോ. എത്ര വെച്ചാൽ ഈ 56 ആണ് ഇവിടെ വരിക. പക്ഷെ 56 ഒന്നും അല്ല ആൻസർ. 48നെക്കാട്ടിലും എത്രയോ കൂടുതൽ ആളുകൾ വന്നാൽ 48നെക്കാട്ടിലും എത്ര കൂടുതൽ വരണം? 8 ആളുകൾ കൂടുതൽ വരണം. ഇവിടെ നോക്കിയാൽ 48 × 56 അല്ലേ. പണ്ട് 48 ആയിരുന്നപ്പോ 12 ദിവസം കൊണ്ട് ചെയ്തിരുന്നു. ഇപ്പൊ ആള് കൂടുമ്പോ എന്തായാലും 12 അല്ല 14 ദിവസം കൊണ്ട് ചെയ്തിരുന്നു. ഇപ്പൊ എന്തായാലും ആള് കൂടുമ്പോ ദിവസം കുറയും. അങ്ങനെയൊക്കെയാണല്ലോ അതിന്റെ ഒരു കണക്ക്. വർക്ക് ടൈമിൽ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ അതാണ് ക്വസ്റ്റ്യൻ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോയി നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് ഒരു ഗോളം ആരം ഇങ്ങനത്തെ കേസിലൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം നമുക്ക് കൃത്യമായിട്ട് വായിച്ചു നോക്കി. ഒരു ഗോളത്തിന്റെ ആരം ഇരട്ടിയായാൽ വ്യാപ്തം എത്ര മടങ്ങാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ നമുക്ക് ഏരിയ വോളിയം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ എന്തായാലും ഒരു വീഡിയോ ചെയ്യേണ്ട ഏരിയ വോളിയത്തിന്റെ. നമുക്ക് തൽക്കാലം മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അത് നമുക്കൊരു ഇതാണ് ഒരു വൃത്തമാണെന്ന് മനസ്സിലാക്കുക. എൻ്റെ കയ്യിലൊരു ഗോളം എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലേ, ബോളല്ലേ, പന്ത് പോലുള്ള സംഭവം. ഇതാണ് ഗോളം എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഇത് വന്നിട്ടൊരു സർക്കിളും ഉണ്ട്. ഇത് ജസ്റ്റ് ഒരു ടയർ എടുക്കുക. നമ്മളെന്താ പറയുക, നമ്മൾ സൈക്കിളിന്റെ ടയറില്ലേ, ഈ സൈക്കിളിന്റെ ടയറിന്റെ മുകളിലുള്ള ഈ ഓരോ വില്ലില്ലേ നമ്മൾ പറയില്ലേ, ഇതിനാണ് റേഡിയസ് എന്ന് പറയാം. ആരം എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ടയറിന്റെ മുകളിലുള്ള വില്ല് എന്താ പറയുക വെച്ചാൽ നമ്മൾ അതിനെയാണ് റേഡിയസ് എന്ന് പറയുന്നത്. ഇതുപോലെ സർക്കിൾ അതായത് ഇതിപ്പോൾ ബോളാന്ന് വിചാരിക്കുക. നമ്മളെ ക്രിക്കറ്റ് ബോളാണെങ്കിലും ഇതിനുണ്ടാവും ഇതുപോലെ ഒരു റേഡിയസ് എന്ന് മനസ്സിലാക്കുക. ഇതിന്റെ നമ്മുടെ എന്താ പറയുക, ഇതിന് വിസ്തീർണമാണ് ഉണ്ടാവുക അല്ലെ. ഇതിന് വിസ്തീർണം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവുക. ഇതിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് πr² യൂസ് ചെയ്യാം. എന്തിനാ കമ്പയർ ചെയ്ത് പഠിക്കുക വെച്ചാൽ നമുക്ക് ഈ വ്യാപ്തത്തിന്റെ കേസ് വരുമ്പോൾ കമ്പയർ ചെയ്തൊന്ന് പഠിച്ചു നോക്കാം. നമുക്ക് ഇവിടെ നമുക്ക് 4/3 πr³ എന്തായിരിക്കും ഗോളത്തിനുണ്ടാവുക എന്ന് വെച്ചോക്കി. ഒരു കപ്പിനൊക്കെ എന്തായിരിക്കും ഉണ്ടാവുക? ഉള്ളിലുള്ള അളവല്ലേ, ഉള്ളളവ്. അതിനെയാണ് വ്യാപ്തം എന്ന് പറയുന്നത് അല്ലെ. വ്യാപ്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള വോള്യം എന്നൊക്കെ പറയാം. അപ്പൊ ഇതിന് വ്യാപ്തം ഉണ്ടാവുമോ? കാരണം അത് വെച്ചാൽ അതൊരു വട്ടമല്ലേ, ജസ്റ്റ് ഒരു സർക്കിളാണ്.
അപ്പോൾ അതിനെന്താ ഉണ്ടാവുക? അതിന് ഏരിയ ഉണ്ടാവുക. എന്തിനാ പഠിക്കുന്നത് വെച്ചാൽ ഏരിയ എന്ന് പറഞ്ഞാൽ വിസ്തീർണം എന്ന് പറയും, പൈ ആർ സ്ക്വയർ. ഇവിടെ ശരിക്കും നമുക്ക് ഇതേ ചോദ്യം റിപ്പീറ്റ് ചെയ്തിട്ട് ഇവിടെ ഗോളത്തിന് പകരം വൃത്തം വരുന്ന കേസ് വരാറുണ്ട് അല്ലേ? അപ്പൊ ആ കേസ് രണ്ടും കൂടി നമുക്കൊന്ന് പഠിച്ചു നോക്കാം. ഇപ്പൊ സപ്പോസ് നമുക്കൊന്ന് മനസ്സിലാക്കാം, ഇവിടെ ഗോളത്തിന്റെ പകരം നമുക്കിവിടെ വൃത്തത്തിന്റെ ആരം ഇരട്ടിയായാൽ വ്യാപ്തമല്ലല്ലോ ഉണ്ടാവുക, വിസ്തീർണം ഏരിയ എത്ര മടങ്ങാവും എന്ന് ചോദിക്കാൻ. ചെറിയ ചോദ്യം മൊത്തം ഞാൻ ജസ്റ്റ് ഒരു മാറ്റം വരുത്താണ്, ഇത്രേ ഉള്ളൂ. ഇവിടെ ഗോളത്തിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? നമുക്ക് സർക്കിള് വൃത്തം എന്ന് കൊടുക്കല്ലേ അല്ലെ? വൃത്തം നമുക്ക് പറയാം. വൃത്തത്തിന്റെ ആരം ഇരട്ടിയായാൽ വ്യാപ്തത്തിന് പകരം നമുക്ക് എന്ത് വയ്ക്കാം? വിസ്തീർണം ഏരിയ. അതൊരു ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലാക്കുക. ഇത് ഇപ്പൊ നമ്മള് ടൈപ്പാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാം. ഇതിവിടെ ആർ സ്ക്വയർ അല്ലേ പഠിച്ചിരിക്കുന്നത്? ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇരട്ടി ആവുമ്പോ രണ്ടല്ലേ? ഇരട്ടി എന്നൊക്കെ പറയുമ്പോൾ രണ്ടിന്റെ കണക്കല്ലേ? രണ്ടിന്റെ സ്ക്വയർ എന്ന് മനസ്സിലാക്കുക. ഇത്രയായി. ഇവിടെ നോക്കിയേ, ഇവിടെ ആറിന്റെ മുകളിൽ എന്താ കാണുന്നത്? 3 അല്ലേ കാണുന്നത്? ഇപ്പൊ രണ്ടിന്റെ ക്യൂബ്, ഇരട്ടിയുടെ കേസാണ് നമ്മൾ പറഞ്ഞത്. രണ്ടിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 വരും. ഇവിടെ നോക്കി, ഗോളത്തിന്റെ ആരം ഇരട്ടിയായാൽ, ആരം എന്ന് പറഞ്ഞാൽ ഇരട്ടി 2 ആയാൽ, 2 ആയാൽ വ്യാപ്തം എത്ര മടങ്ങാവും ചോദിച്ചാൽ വ്യാപ്തം 2ന്റെ ക്യൂബ് 8. ആൻസർ 8 മടങ്ങാണെന്ന് പറയാം. ഇതേ ചോദ്യം നമുക്ക് പല റിപ്പീറ്റ് ചെയ്യാം. ഗോളത്തിന്റെ ആരം ഇരട്ടിക്ക് പകരം നമുക്കൊരു ഗോളത്തിനല്ല വൃത്തത്തിന് എടുക്കാം. നമുക്ക് വൃത്തത്തിന്റെ ആരം 3 ഇരട്ടി എന്ന് മനസ്സിലാക്കുക. ഓക്കെ, 3 ഇരട്ടിയായാൽ വിസ്തീർണം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റൻ നമ്മൾ പറഞ്ഞ ഇതല്ലേ, വൃത്തല്ലേ പറഞ്ഞു. വൃത്തത്തിന്റെ ആരം 3 ഇരട്ടിയായാൽ വിസ്തീർണം എത്ര? ആ 3 ഇരട്ടിയുടെ 3 കേസല്ലേ? 3 സ്ക്വയർ എന്ന് എടുക്കാം. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 മടങ്ങാവും. ഇതേ ചോദ്യം നമുക്ക് ഗോളത്ത് നോക്കിയേ. ഗോളത്തിന്റെ ആരം 3 ഇരട്ടിയായാൽ ഗോളത്തിന് വ്യാപ്തമുള്ള വ്യാപ്തം എത്ര മടങ്ങാവും? 3ന്റെ ക്യൂബ് എത്രയായിരിക്കും വരിക? 27 മടങ്ങായിരിക്കും. അതുപോലെ കമ്പയർ ചെയ്ത് പഠിക്കുക. എന്തിനാണ് ഇപ്പൊ ഞാനിപ്പോ 2 ക്വസ്റ്റ്യൻ പറഞ്ഞെന്ന് വെച്ചാൽ, ഇങ്ങനെ ചില കാര്യങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ ഈസി ആയിരിക്കും. പൈ ആർ സ്ക്വയർ നമുക്കറിയാലോ. ഒരു വൃത്തം എന്നുള്ള ഒരു നമ്മൾ എന്താ പറയുക, സൈക്കിളിന്റെ ടയർ പഠിച്ചാൽ മതി. ഒരു 2 ഡയമെൻഷനൽ ആയിട്ടുള്ള നമുക്ക് ഉള്ളിലുള്ള സംഭവം നമുക്ക് കാണാം. 2 ഡയമെൻഷനൽ ഒരു സർക്കിൾ നമ്മൾ വരയ്ക്കില്ലേ, വൃത്തം വരയ്ക്കുന്ന പോയതാണ് വൃത്തം എന്ന് പറഞ്ഞാൽ. അതിന്റെ ആരം റേഡിയസ് ആണ്, വില്ല് അല്ലെ, ടയറിന്റെ വില്ലാണ്. ഏരിയ എന്ന് പറയുന്നത് വിസ്തീർണം പൈ ആർ സ്ക്വയർ. അതിന് ഉള്ളളവാണ്, ഉള്ളിലുള്ള അളവിനെയാണ് നമ്മൾ ഉള്ളളവ് എന്ന് പറയാം. വ്യാപ്തം എന്നൊക്കെ പറയാം 4/3 പൈ ആർ ക്യൂബ് എന്ന് പറയാം. എന്തു മാറ്റം വരുന്നു? ഇരട്ടിയായാൽ 2ന്റെ സ്ക്വയർ, 3 ഇരട്ടിയായാൽ 3ന്റെ സ്ക്വയർ. ഇനി ഇതിവിടെ ആണെങ്കിൽ 2ന്റെ ക്യൂബ്, 2 ഇരട്ടിയായാൽ 3 ഇരട്ടിയായാൽ 3ന്റെ ക്യൂബ്. ഇത്രയാണ്, എളുപ്പമാണ്. നമ്മൾ ഈ ഒരു എന്താ പറയാ ഏരിയ, വോളിയം എന്നുള്ള ഏരിയ ഒക്കെ നമ്മൾ എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മളിപ്പോൾ ഏകദേശം 4-5 ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യന്റെ നോട്ട് എഴുതി വെക്കുക. ചില ആളുകൾ വീഡിയോ എഴുതി പോകാറുണ്ട്. നോട്ട് കൃത്യമായിട്ട് എഴുതി വെക്കാം. പിന്നെ അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഓരോ ലൈക്സും കമന്റ്സിനും അനുസരിച്ചാണ് നമ്മൾ എന്താ പറയുക, നമുക്കൊരു മോട്ടിവേഷനാണ്. നമ്മൾ വീഡിയോ നല്ല ലൈക്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് രസമാണ്. കുഴപ്പമില്ല, വീഡിയോ നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്, നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കൂടുതൽ ഇമ്പ്രൂവ്ഡ് ആക്കാന്നുള്ളതുണ്ട്. നമ്മുടെ വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് നമ്പർ അല്ലേ നിങ്ങൾക്ക് 8075634214 മെമ്പർ ആവുക. ഫേസ്ബുക്കിൽ വീഡിയോ വരുമ്പോൾ ഫേസ്ബുക്കിൽ കാണുക, ഷെയർ ചെയ്യുക. വീഡിയോ നിങ്ങൾ പഠിക്കുന്ന ആളുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ തന്നെ PSC കോച്ചിങ്ങിന് പഠിക്കാൻ ഒരു ഫിനാൻഷ്യലി ഇല്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ജസ്റ്റ് താഴെ ഷെയർ ബട്ടൺ ഉണ്ട്, ഷെയർ ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ വരിക. ഇന്ററാക്ട് ചെയ്യുക, ലൈക്കും കമന്റും ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരിക. ലൈക്കും കമന്റ് ചെയ്യാത്ത ആളുകൾക്ക് ഡിലേ വരുന്നു. ചില ആളുകൾ എന്നോട് പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ ഡിലേ വരുന്നതുകൊണ്ടാണ്. അവർ ഈ ഒരു വീഡിയോ ആയിട്ട് യൂട്യൂബായിട്ട് ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ ലൈക്ക്, കമന്റ് അതുപോലെ ഉള്ള കാര്യങ്ങൾ ചെയ്താൽ പെട്ടെന്ന് അവർക്ക് നോട്ടിഫിക്കേഷൻ വരിക. സോ വീഡിയോയിലേക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഫ്രണ്ട്സ്, ബി ഹാപ്പി. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.